ഗുജറാത്തിലെ 18-കാരിയുടെ മരണത്തിൽ വഴിത്തിരിവ്. ആത്മഹത്യ എന്ന് കരുതിയ മരണം ദുരഭിമാന കൊലയാണെന്ന് കണ്ടെത്തി. ആൺ സുഹൃത്ത് പരാതി നൽകിയതോടെയാണ് സത്യം പുറത്തുവന്നത്. അച്ഛനും അമ്മാവനും ചേർന്നാണ് അഹമ്മദാബാദ് സ്വദേശിയായ ചന്ദ്രിക ചൗധരിയെ കൊലപ്പെടുത്തിയത് എന്നാണ് വിവരം. അശ്വതി വിശ്വനാഥ് ചേരുന്നു വിവരങ്ങളുമായിട്ട്. അശ്വതി, ഇതിപ്പം ആത്മഹത്യയെന്ന് കരുതി പോലീസും മറ്റുമൊക്കെ എഴുതി തള്ളിയ കേസിലാണ് ആ ആൺ സുഹൃത്തിൻ്റെ ഇടപെടലിനെ തുടർന്ന് ഒരു പുതിയ വെളിപ്പെടുത്തൽ വന്നത്, അല്ലെങ്കിൽ മനസ്സിലാക്കലുണ്ടായത് എന്നാണല്ലോ വാർത്തയിലുള്ളത്. എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? സനീഷ്, ജൂൺ 24-നായിരുന്നു ഇത്തരത്തിൽ ദാരുണമായ ഒരു സംഭവം നടന്നിട്ടുള്ളത്. അഹമ്മദാബാദ് സ്വദേശിയായ 18-കാരിയായ ചന്ദ്രിക ചൗധരിയാണ് ഇത്തരത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അന്ന് ഇതൊരു ആത്മഹത്യയാണെന്നുള്ളൊരു കേസ് അവസാനിപ്പിച്ചിരുന്നു. പിന്നീട് പെൺകുട്ടിയുടെ ആൺസുഹൃത്ത് നൽകിയ പരാതിയിലാണ് പോലീസ് ഈ കേസിൽ പുനരന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഈ അന്വേഷണത്തിലാണ് പിന്നീട് പെൺകുട്ടിയുടെ പിതാവും അമ്മാവനും പ്രതിപട്ടികയിലെത്തുന്നത്. ഈ ആൺസുഹൃത്തിന് പെൺകുട്ടി അവസാനമായി നൽകിയ സന്ദേശമാണ് കേസിന് വഴിത്തിരിവായിട്ടുള്ളത്. എന്നെ രക്ഷിക്കൂ എന്നാണ് യുവതി അവസാനമായി ആൺസുഹൃത്തിന് നൽകിയിരിക്കുന്ന സന്ദേശം എന്ന് പറയുന്നത്. പിന്നീട് ഇപ്പോൾ യുവതിയുടെ അമ്മാവിനെയും മറ്റു 2 പ്രതികളെയും പോലീസ് ഓൾറെഡി ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അമ്മാവിൻ്റെ മൊഴി പ്രകാരം കുട്ടിക്ക് മയങ്ങാനുള്ള മരുന്ന് നൽകിയതിന് ശേഷം കഴുത്ത് ഞെരിച്ച് കൊല്ലുകയായിരുന്നുവെന്നാണ് അമ്മാവൻ പറയുന്നത്. പെൺകുട്ടിയും ആൺസുഹൃത്തും തമ്മിലുള്ള ബന്ധത്തിനോട് കുടുംബത്തിന് എതിർപ്പായിരുന്നു. ഇതാണ് കൊലപാതകത്തിലേക്ക്, ഇത്തരത്തിലുള്ള ദുരഭിമാന കൊലയിലേക്ക് എത്തിച്ചതെന്നാണ് പോലീസ് മൊഴി നൽകുന്നത്. നിലവിൽ പെൺകുട്ടിയുടെ അച്ഛൻ ഒളിവിലാണ്. അദ്ദേഹത്തെ കണ്ടെത്താനായിട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. സനീഷ്, ശരി, നന്ദി അശ്വതി വിവരങ്ങൾക്ക്.